നമസ്കാരം, ധനുസ് PSC ടിപ്സിലേക്ക് സ്വാഗതം. 2026 ചോദിച്ചിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, തന്നിരിക്കുന്നവയിൽ ആരൊക്കെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ ആരൊക്കെയായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ്. HC മുഖർജിയും VT കൃഷ്ണമാചാരിയും. HC മുഖർജിയും VT കൃഷ്ണമാചാരിയുമാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാരായി വന്നിട്ടുള്ളത്. HC മുഖർജിയും VT കൃഷ്ണമാചാരിയുമാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാരായി വന്നിട്ടുള്ളത്. അടുത്തൊരു ചോദ്യം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്തു നിന്നുള്ളത്, ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ ഇന്ത്യ കടം കൊണ്ടത്? ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നുമാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ ഇന്ത്യ കടം കൊണ്ടിട്ടുള്ളത്? ആൻസർ അയർലൻഡാണ്. അയർലൻഡ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്. മാർഗനിർദ്ദേശ ഇറിൻ്റെ ഒരു കണക്ഷൻ ഉണ്ട് അവിടെ ഇല്ലേ? മാർഗനിർദ്ദേശ തത്വങ്ങൾ ഇന്ത്യ കടം കൊണ്ട് വിടുന്നതായിരുന്നു അയർലൻഡ്. ഇവിടുന്നാണ് അയർലൻഡ്. നെക്സ്റ്റ് ചോദ്യം, പ്രസിഡന്റിന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി, അനുച്ഛേദം 360. സാമ്പത്തിക അടിയന്തരാവസ്ഥ ഭരണഘടനയുടെ എത്രാം അനുച്ഛേദത്തിലാണ്? അനുച്ഛേദം 360. സാമ്പത്തിക അടിയന്തരാവസ്ഥ അനുച്ഛേദം 360. സാമ്പത്തിക അടിയന്തരാവസ്ഥ അനുച്ഛേദം 360. 360. അടുത്ത ചോദ്യം, 1985 പാസ്സാക്കുകയും നിലവിൽ വരികയും ചെയ്ത 52ാം ഭേദഗതി ഏത് വിഷയമാണ് പ്രതിപാദിക്കുന്നത്? 52ാം ഭേദഗതി ഏത് വിഷയമാണ് പ്രതിപാദിക്കുന്നത്? ആൻസർ കൂറുമാറ്റ നിരോധന നിയമം. കൂറുമാറ്റ നിരോധന നിയമം. 52ാം ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമമാണ് പറയുന്നത്. അടുത്ത ചോദ്യം, കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ്? ആൻസർ വനം, വൈദ്യുതി. വനം, വൈദ്യുതി എന്നിവയാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവ. വനം, വൈദ്യുതി എന്നിവയാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവ. നെക്സ്റ്റ് ചോദ്യം, 2025 ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, ഹീരാലാൽ സമരിയ. ഹീരാലാൽ സമരിയ. ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ഹീരാലാൽ സമരിയ. അടുത്ത ചോദ്യം, നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി ആരാണ്? ആൻസർ അശ്വിനി വൈഷ്ണവ്. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. അശ്വിനി വൈഷ്ണവ്. അശ്വിനി വൈഷ്ണവ്. നെക്സ്റ്റ് ചോദ്യം, കൂറുമാറ്റം മൂലം അംഗത്തിന് അയോഗ്യത കൽപ്പിക്കുന്നതിന് 10ാം ഷെഡ്യൂളിലെ വ്യവസ്ഥകൾ പ്രകാരം ചുടന്നിട്ടുള്ളവയിൽ ആർക്കൊക്കെ അധികാരമുണ്ട്? അതായത് അയോഗ്യത കൽപ്പിക്കാൻ ആർക്കാണ് അധികാരം എന്നാണ് ചോദ്യം. ആൻസർ സ്പീക്കർക്കാണ് അധികാരം. സ്പീക്കർക്കാണ് അധികാരമുള്ളത്. കൂറുമാറ്റം മൂലം അംഗത്തിന് ഏതംഗത്തിനാണ്? നിയമസഭാംഗത്തിനാണ്. നിയമസഭാംഗത്തിന് അയോഗ്യത കൽപ്പിക്കാൻ 10ാം ഷെഡ്യൂളിലെ വ്യവസ്ഥകൾ പ്രകാരം സ്പീക്കർക്കാണ് അധികാരമുള്ളത്. കൂറുമാറ്റം എന്ന് പറയുന്നത് 52ാം ഭേദഗതി വരുന്ന കൂറുമാറ്റം മൂലം അംഗത്തിന്, നിയമസഭാ അംഗത്തിന് അല്ലെങ്കിൽ അതിന് അംഗത്തിന് അയോഗ്യത കൽപ്പിക്കാൻ 10ാം ഷെഡ്യൂൾ പ്രകാരം സ്പീക്കർക്കാണ് അധികാരമുള്ളത്. സ്പീക്കർക്കാണ് അയോഗ്യത കൽപ്പിക്കാൻ അധികാരമുള്ളത്. നെക്സ്റ്റ് ചോദ്യം, കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ആൻസർ ജസ്റ്റിസ് ജി ശശീന്ദ്രൻ. ജസ്റ്റിസ് ജി ശശീന്ദ്രൻ. കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് ജി ശശീന്ദ്രനാണ്. ജസ്റ്റിസ് ജി ശശീന്ദ്രനാണ്. അടുത്ത ചോദ്യം കറണ്ട് അഫയർ ചോദ്യം തന്നെയാണ്. ഇപ്പോഴത്തെ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ്? കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ്? ആൻസർ കെ സച്ചിദാനന്ദൻ. കെ സച്ചിദാനന്ദൻ. കെ സച്ചിദാനന്ദനാണ് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ്. കെ സച്ചിദാനന്ദനാണ്
കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ്. നെക്സ്റ്റ് ചോദ്യം, തലച്ചോറിനെയും സുഷുമ്നയെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലം ഏതാണ്? ആൻസർ മെനിഞ്ചസ്. തലച്ചോറിനെയും സുഷുമ്നയെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലമാണെന്ത്? മെനിഞ്ചസ്. തലച്ചോറിന് ഇപ്പോൾ നമ്മുടെ മസ്തിഷ്കം, അതിനെ ഏറ്റവും പുറമെ ആവരണം ചെയ്ത് കാണുന്നത് എന്താണ്? കപാലം എന്ന് പറയുന്ന കട്ടിയുള്ള പുറന്തോടാണ്. കപാലം എന്ന് പറയുന്ന കട്ടിയുള്ള പുറന്തോടാണ്. അതിനകത്താണ് ആര് വരിക? മെനിഞ്ചസ് എന്ന് പറയുന്ന ഇരട്ടപ്പാളി വരിക. മെനിഞ്ചസ് എപ്പോഴും എന്താണ്? ഇരട്ടപ്പാളിയാണ്. കാരണം അതിനിടയ്ക്ക് ആരുണ്ട്? ഒരു സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്. മെനിഞ്ചസ് എന്ന് പറയുന്ന പാളിയിൽ എന്തുണ്ട്? ഇരട്ട സ്ഥലമായതുകൊണ്ട് ഇടയ്ക്ക് ആര് കാണുന്നുണ്ട്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് കാണുന്നുണ്ട് അല്ലേ? അതാണ് തലച്ചോറിന് ഭാഗ്യദക്ഷതങ്ങളിൽ നിന്നും, അതുപോലെ തലച്ചോറിന് പോഷണം കൊടുക്കാൻ, അല്ലെ, ആഹാരം കൊടുക്കാൻ, ന്യൂട്രിയൻസ് പോഷണം കൊടുക്കാൻ സഹായിക്കുന്നതും മെനിഞ്ചസിൻ്റെ ഈ സ്ഥലപാളിക്കിടയിലുള്ള സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൽ നിന്നുമായിരിക്കും. അപ്പോൾ തലച്ചോറിൻ്റെ ബാക്കി ഭാഗം വരില്ല. തലച്ചോറ് കഴിയുമ്പോൾ അതിൻ്റെ ബാക്കി, ഇപ്പോൾ നട്ടലില്ലേ, കഴുത്തിൻ്റെ ഭാഗം, ബാക്കി ഭാഗമാണ് സുഷുമ്ന. സുഷുമ്നയിലും ആര് തന്നെ കവർ ചെയ്തേക്കുന്നത്? ഈ നമ്മുടെ മെനിഞ്ചസ് ആണ് കവർ ചെയ്തേക്കുന്നത്. മെനിഞ്ചസ് എപ്പോഴും എന്താണ്? ഒരു ഇരട്ട സ്ഥലമുള്ള പാളിയാണ് മെനിഞ്ചസ്. ഇതിൻ്റെ ഇടയ്ക്ക് എന്തുണ്ട്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ദ്രാവകമുണ്ട്. ഓക്കെ. പെരികാർഡിയം എന്ന് പറയുമ്പോൾ എന്താണ്? ഹൃദയത്തെ പൊറിഞ്ഞു കാണുന്ന ഇരട്ട സ്ഥലമാണെന്ത്? പെരികാർഡിയം. പ്ലൂറാ സ്ഥലം എവിടെയാണ്? ശ്വാസകോശത്തിനെ പൊറിഞ്ഞു കാണപ്പെടുന്ന ഇരട്ട സ്ഥലം തന്നെയാണെന്ത്? പ്ലൂറാ സ്ഥലം എന്ന് പറയാം. മൈലിൻ ഷീത്തോ? ന്യൂറോണുകളുടെ വേഗത കൂട്ടൽ, ആക്സോൺ. ന്യൂറോണിനുള്ള ആക്സോണിലാണ് എന്ത് കാണുക? ഈ മൈലിൻ ഷീത്ത് കാണുക. ന്യൂറോൺ എന്ന് പറയുമ്പോൾ അല്ലേ, ഇത് ആക്സോൺ ഇങ്ങനെ പോകുന്നു, ഇത് ന്യൂറോൺ നാഡീകോശമാണിത്. ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺസ് ഒക്കെ ഇതാണ്, ഇത് ആക്സോൺ. ഇതിൻ്റെ പുറത്ത് കാണുന്ന സംഭവമാണത്, ഈ വരയ്ക്കുന്ന സംഭവമാണത് മൈലിൻ ഷീത്ത് എന്ന് പറയുക. അതായത് ഇത് ആക്സോൺ ആണ്. ഇതുവഴി ആവയവങ്ങൾ കടന്നു പോകുമ്പോൾ ഈ ആവയവങ്ങളുടെ വേഗത കൂട്ടാൻ സഹായിക്കുന്നതാണ് എന്ത്? ഈ മൈലിൻ ഷീത്ത്. ഇത് കോശശരീരം, ഡെൻഡ്രോണുകളും ഡെൻഡ്രൈറ്റ്സും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അടുത്ത ചോദ്യം, കാൽസ്യം കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? കാൽസ്യം കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം എന്താണ്? ഓസ്റ്റിയോപോറോസിസ്. അറിയാം, ഓസ്റ്റിയോപോറോസിസ് ആണ് അല്ലേ? ബെറിബറി എന്ന് പറയുമ്പോൾ B1 എന്ന വൈറ്റമിൻ്റെ അഭാവത്തിലുള്ള അസുഖമാണെന്ത്? ബെറിബറി എന്ന് പറയുന്നത്. അടുത്തത്, ബാക്ടീരിയ രോഗമല്ലാത്ത ഒരു രോഗം ഏതാണ്? ബാക്ടീരിയ രോഗമല്ലാത്ത രോഗം ഏതാണ്? ആൻസർ നമുക്കറിയാം, അതാണത് നിപ്പ രോഗമാണ്. നെക്സ്റ്റ് ചോദ്യം കൂടി, വൺ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? വൺ ഹെൽത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ്. മനുഷ്യൻ, മൃഗങ്ങൾ, പരിസ്ഥിതി എന്നിങ്ങനെ 3 എണ്ണത്തിനല്ലേ, അവരെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണെന്ത്? വൺ ഹെൽത്ത് പ്രോഗ്രാം. വീണ്ടും കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഒരു ക്വസ്റ്റ്യനും കൂടി, 2026 ഏഷ്യൻ ഗെയിംസ് വേദിയാകുന്ന രാജ്യം ഏതാണ്? 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ആൻസർ ജപ്പാനാണ്. 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ജപ്പാനാണ്. 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ജപ്പാനാണ്. അപ്പോൾ ഇത് അഗസ്ത്യൻ യുഗം വിശേഷിപ്പിക്കുന്ന ആരുടെ ഭരണകാലത്ത്? അഗസ്ത്യൻ യുഗം എന്ന് പറയുമ്പോൾ ആരുടെയാണിത്? സ്വാതിരുന്നാളിൻ്റെ കാലത്തിനെയാണ് അഗസ്ത്യൻ യുഗം എന്ന് പറയുന്നത്. അഗസ്ത്യൻ യുഗം എന്ന് പറയുന്നത്. ഒരു കറണ്ട് പാട്ടും കൂടി, 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 24 സാഹിത്യം എന്ന് പറയുമ്പോൾ ആർക്കാണത്? ഹാൻകാങ്ങിനാണ് സാഹിത്യം ലഭിച്ചത്. ഹാൻകാങ്ങിനാണ് സാഹിത്യം. നെക്സ്റ്റ് ചോദ്യം, 2025 ജൂലൈ 1 മുതലുള്ള സാമ്പത്തിക കാര്യ സെക്രട്ടറി ആരാണ്? സാമ്പത്തിക കാര്യ സെക്രട്ടറി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി അനുരാധ താക്കൂർ. അനുരാധ താക്കൂറാണ്. അനുരാധ താക്കൂർ. സാമ്പത്തിക കാര്യ സെക്രട്ടറി അനുരാധ താക്കൂറാണ്. സാമ്പത്തികം താക്കൂറിൻ്റെ കയ്യിലാണ്. നെക്സ്റ്റ്, സ്വച്ഛതാ ഹി സേവ 2024 ക്യാമ്പയിൻ നടന്നത് എവിടെയാണ്? സ്വച്ഛതാ ഹി സേവ 2024 ക്യാമ്പയിൻ നടന്നത് എവിടെയാണ്? സ്വച്ഛതാ ഹി സേവ. ആൻസർ സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെയാണ് സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ. സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെയാണ് സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ നടന്നിട്ടുള്ളത്. ഓക്കെ. അടുത്ത ചോദ്യം, FPTPയുടെ പൂർണ്ണരൂപം എന്താണ്? FPTPയുടെ പൂർണ്ണരൂപം എന്താണ്? എക്സ്പാൻഡഡ് ഫോം എന്താണ്? FPTP. ആൻസർ ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം. ആൻസർ ഓപ്ഷൻ ബി ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം എന്നാണ് FPTPയുടെ
എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, തന്നിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ പെടാത്തത് ഇവിടെ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. വ്യാപാരവും വാണിജ്യവുമാണ് പെടാത്തത്. ദത്തെടുക്കൽ, തൊഴിലാളി സംഘടന, വനം എന്നിവ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവയാണ്. ദത്തെടുക്കൽ, തൊഴിലാളി സംഘടന, വനം എന്നിവ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ് അവരെല്ലാവരും. ദത്തെടുക്കൽ, തൊഴിലാളി സംഘടന, വനം എന്നിവ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ദേശീയ പിന്നോക്ക കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ ദേശീയ പിന്നോക്ക കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ. ആൻസർ ഓപ്ഷൻ സി, അനുച്ഛേദം 338B ആണ്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 338B ആണ്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ. പിന്നോക്കം 338, പിന്നോക്കം 338B ആണ്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇവിടെയാണ് 338Bയിലാണ് പ്രതിപാദിക്കുന്നത്. അടുത്ത ചോദ്യം, ശരിയായ പ്രസ്താവന നോക്കുക. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരമായ ഉദ്ഭവാധികാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള അനുച്ഛേദം. ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരമായ ഉദ്ഭവാധികാരത്തെക്കുറിച്ച് പറയുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദത്തിൻ്റെ നമ്പർ എത്രയാണ്? അനുച്ഛേദം ആൻസർ 131 അനുച്ഛേദം. സുപ്രീം കോർട്ടിൻ്റെ ഉദ്ഭവാധികാരമാണ് 131. സുപ്രീം കോർട്ടിൻ്റെ ഉദ്ഭവാധികാരമാണ് 131ാമത്തെ അധികാരം. നെക്സ്റ്റ്, HD ദേവഗൗഡയ്ക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി ആരാണ്? ആൻസർ AK ഗുജ്റാൾ. അടുത്തത്, കേരള സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത്. ഡേറ്റ് ആൻസർ 1975 സെപ്റ്റംബർ 9. കേരള സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പ് പ്രവർത്തനം തുടങ്ങിയതെന്നാണ് 1975 സെപ്റ്റംബർ 9. നെക്സ്റ്റ് ചോദ്യം, നിലവിലെ കേരള കർഷക കടാശ്വാസ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം ആർക്കാണുള്ളത്? ആൻസർ ഓപ്ഷൻ ബി, K എബ്രഹാം മാത്യു. കേരള കർഷക കടാശ്വാസ കമ്മീഷനാണ് K എബ്രഹാം മാത്യു. നെക്സ്റ്റ് ചോദ്യം, നവജീവൻ പദ്ധതി നടപ്പിലാക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് തൊഴിൽ ആണ്. നവജീവൻ, തൊഴിൽ മുഖാന്തരം പുതിയ ജീവിതം കൊടുക്കുന്നർത്ഥം. നെക്സ്റ്റ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? ശ്രീ K രാജൻ ആണ് വൈസ് ചെയർമാൻ. ആണ് വൈസ് ചെയർമാൻ. ഒരു ചോദ്യം, മനുഷ്യരിൽ AB ഗ്രൂപ്പ് സാർവത്രികമായി സ്വീകർത്താവ് എന്നറിയപ്പെടുന്നു. ഇതിന് കാരണമായി പറയുന്ന ശരിയായ പ്രസ്താവന ഇവിടെ ഏതാണ്? ഉത്തരം പറയാം. ഉത്തരം ഇവിടുത്തെ എന്താണ്? നമുക്ക് ആൻസർ ഓപ്ഷൻ A ആണ്. ചുവന്ന രക്താണുക്കളിൽ AB എന്നീ ആൻറ്റിജനുകൾ ഉണ്ടായിരിക്കുകയും പ്ലാസ്മയിൽ ആൻറ്റിബോഡികൾ ഇല്ലാതെയും ഇരിക്കുന്നു. ചോദ്യം ഒന്നുകൂടി, മനുഷ്യരിൽ AB രക്തഗ്രൂപ്പ് സാർവിക സ്വീകർത്താവാണ്. ശരി പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ A ആണ് ശരി പ്രസ്താവന അല്ലേ. മനുഷ്യരെന്ന് പറയുമ്പോഴത്തേന് A ഗ്രൂപ്പുണ്ട്, B ഗ്രൂപ്പുണ്ട്, AB ഗ്രൂപ്പുണ്ട്, അതുപോലെ O ഗ്രൂപ്പുണ്ട്. നമ്മുടെ ശരീരത്തിനകത്ത് ചുവന്ന രക്താണുക്കളിൽ ആൻറ്റിജനുണ്ട്. അവിടെ രക്തകോശങ്ങളിൽ ആൻറ്റിജനും അതിൻ്റെ ആൻറ്റിബോഡി പ്ലാസ്മയിലുമാണ് കാണപ്പെടുക. രക്തകോശങ്ങളിൽ ആൻറ്റിജനും മറ്റതിൽ പ്ലാസ്മയിലും ആൻറ്റിബോഡി കാണപ്പെടുന്നു. അപ്പോൾ ഇവിടെ ഏത് ആൻറ്റിജനാണ് നമ്മുടെ രക്തത്തിലുള്ളത്, ഏത് ആൻറ്റിജനാണ് ശരീരത്തിലുള്ളത്, അത് വെച്ച് നമുക്ക് ആ ബ്ലഡ് ഗ്രൂപ്പ് പറയാൻ സാധിക്കും. അപ്പോൾ A ആൻറ്റിജനാണ് A ബ്ലഡ് ഗ്രൂപ്പിൽ ഉള്ളത്, ബ്ലഡ് ഗ്രൂപ്പ് BG അല്ലേ. അപ്പോൾ അവിടുത്തെ ആൻറ്റിബോഡി ഏതാണ്? B ആണ്. B ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ആൻറ്റിജൻ Bയും ആൻറ്റിബോഡി ഏതാണ്? Aയുമാണ്. നേരെ തിരിഞ്ഞു വരുന്നു. ഇനി ABക്കകത്ത് 2 ആൻറ്റിജനുമുണ്ട്. അപ്പോൾ ഏതൊക്കെയാണോ ആൻറ്റിജൻ ഉള്ളത് അത് വെച്ചിട്ടാണിത് അറിയപ്പെടുക. ഓക്കെ, അപ്പോൾ ഇവിടെ ആകുമ്പോൾ എന്തില്ല? ആൻറ്റിജനും ഇവിടെ ആൻറ്റിബോഡി ഇല്ല. AB ഗ്രൂപ്പുകാർക്ക് ആൻറ്റിബോഡികൾ ഇല്ല. അതുകൊണ്ട് അവർക്ക് എവിടെ നിന്നും സ്വീകരിക്കാം. കാരണം ആൻറ്റിബോഡി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യത്തുള്ളൂ? പ്രവർത്തിക്കത്തുള്ളൂ. അപ്പോൾ അവർക്ക് സാർവിക സ്വീകർത്താവാണ് അവർ. ഓക്കെ, ഇനി
ഒ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇല്ല എന്ന് വിചാരിച്ചോളൂ. ആൻറ്റിജൻ ഒന്നും തന്നെ ഇല്ല. എയും ഇല്ല, ബിയും ഇല്ല ആൻറ്റിജൻ. പക്ഷേങ്കിൽ അവിടെ ആൻറ്റിബോഡി എയും ഉണ്ട്, ബിയും ഉണ്ട്. ഓക്കെ, ഒ ഒന്നുമില്ല, അതായത് ആൻറ്റിജൻ ഒന്നുമില്ലാത്തവരാണ് ഒ ഗ്രൂപ്പുകാർ. അവർക്ക് വിളിക്കുന്ന പേരെന്താണ്? യൂണിവേഴ്സൽ ഡോണർ എന്നുകൂടിയാണ് അവരെ വിളിക്കുക. അപ്പോൾ ആൻറ്റിജൻ എപ്പോഴും രക്തകോശങ്ങളിൽ കാണപ്പെടുന്നു. ആൻറ്റിബോഡീസ് എപ്പോഴും എവിടെ കാണപ്പെടുക? നമ്മുടെ പ്ലാസ്മയിലാണ്, രക്തത്തിലെ പ്ലാസ്മയിലാണ് ആൻറ്റിബോഡികൾ കാണപ്പെടുക. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് വാങ്ഖടയുടെ ഹൃദയത്തുടിപ്പുകൾ? വാങ്ഖടയുടെ ഹൃദയത്തുടിപ്പുകൾ ഏത് ബന്ധപ്പെട്ടതായിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഒരു കായിക ഫീച്ചറാണത്, കായിക ഫീച്ചർ. കേരളത്തിലെ പ്രാചീന കലകൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? പ്രാചീന കലകൾ രചിച്ചതാരാണ്? പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മ. പ്രാചീന കലകൾ പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മയാണ്. പ്രാചീന കലകൾ അമ്പലപ്പുഴ രാമവർമ്മയാണ്. വാങ്ഖടയുടേത് കായിക ഫീച്ചറാണ്. പ്രാചീന കലകൾ അമ്പലപ്പുഴ രാമവർമ്മയുടേതുമാണ്. അടുത്ത ചോദ്യം, മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്ന അവകാശങ്ങൾ ഏതെല്ലാം? മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്ന അവകാശങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇവയൊന്നുമല്ല എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, അവിശ്വാസ പ്രമേയം ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉമാണ് വരുന്നത്. 1ഉം 3ഉമാണ്. അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തവ ഏതൊക്കെയാണ്? അവിശ്വാസ പ്രമേയം ശരിയല്ലാത്തവയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ മാത്രം വായിച്ച് പഠിച്ചാൽ മതിയാവും. അവിശ്വാസ പ്രമേയത്തിന് സ്പീക്കറുടെ അനുമതി ആവശ്യമാണ് എപ്പോഴും. സ്പീക്കറുടെ അനുമതി എപ്പോഴും അതിനാവശ്യമാണ്. നെക്സ്റ്റ് ചോദ്യം, മൗലികാവകാശങ്ങളുടെ സവിശേഷതകളിൽ ശരിയായവ ഏതെല്ലാം? ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ പ്രത്യേകതകളിൽ ഉൾപ്പെട്ടതും ശരിയായവ ഏതൊക്കെയാണ്? മൗലികാവകാശങ്ങളുടെ പ്രത്യേകത എന്തൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ കൊടുത്ത 3 പരിപാടി കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് വായിക്കാം. ഭരണകൂടത്തിൻ്റെ അധികാരത്തെ നിയന്ത്രിക്കുന്നു, കോടതി മുഖേന സ്ഥാപിച്ചു കിട്ടുന്നു, മൗലികാവകാശങ്ങളിൽ ചിലത് ഇന്ത്യയിലെ വിദേശ പൗരന്മാർക്കും ലഭ്യമായ അവകാശമാണ്. ഇതിൽ ശരിയായവ ഏതൊക്കെ ചോദിച്ചിട്ടുള്ളത് അല്ലേ? ആൻസർ നമുക്ക് എന്താ? 3 ശരിയാണ്. ഓക്കെ, മൗലിക അവകാശം ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ വരുന്ന പ്രത്യേകിച്ച് വരുന്ന ഏതൊക്കെയാണ്? അത് ഭരണകൂടത്തിൻ്റെ അധികാരത്തെയാണ് നിയന്ത്രിക്കുക. എപ്പോഴും കോടതി മുഖേന സ്ഥാപിച്ച് കിട്ടുന്നവയാണ് എന്ത്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ? മൗലിക അവകാശങ്ങളിൽ ഇന്ത്യയിലെ വിദേശ പൗരന്മാർക്കും ലഭ്യമായ അവകാശമാണ്. ഓക്കെ, ചിലത് ഇന്ത്യയിലെ വിദേശ പൗരന്മാർക്കും ലഭ്യമായ അവകാശമാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, സംസ്ഥാന ഭരണകൂടത്തെ രാഷ്ട്രപതി പിരിച്ചുവിടുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ്? സംസ്ഥാന ഭരണകൂടം, നിയമസഭ അല്ലേ, രാഷ്ട്രപതി പിരിച്ചുവിടുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ്? ഏത് വകുപ്പാണ്? 356 വകുപ്പെടുത്ത് പ്രയോഗിക്കും അല്ലേ? രാഷ്ട്രപതി 356 വകുപ്പെടുത്ത് പ്രയോഗിച്ചാൽ മാത്രമേ സംസ്ഥാന ഭരണകൂടത്തെ പിരിച്ചുവിടാൻ സാധിക്കുകയുള്ളൂ. സംസ്ഥാന ഭരണകൂടത്തെ രാഷ്ട്രപതി പിരിച്ചുവിടുന്നത് ഭരണഘടനയുടെ 356 വകുപ്പ് പ്രകാരമാണ്. നെക്സ്റ്റ് ചോദ്യം, സ്വത്തവകാശ നിയമപരമായ അവകാശം ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ അല്ലേ? ആൻസർ 300A അല്ലേ? അതായത് 44-ാം ഭേദഗതി പ്രകാരം സ്വത്തവകാശത്തെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് അല്ലേ? അടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഉള്ളത് 300A സ്വത്തവകാശം എന്ന നിയമപരമായ അവകാശം കിടക്കുന്നത്. ഓക്കെ, 44-ാം ഭേദഗതി വഴിയാണ് ഇതിനെ എടുത്ത് മാറ്റിയതെന്നും കൂടി ഓർക്കുക. മൗലിക കടമകൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ്? മൗലിക കടമകൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഏത് ഭാഗത്ത് അല്ലേ? ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല, ഡ്യൂട്ടീസ് ഏത് ഭാഗത്താണ്? ഡ്യൂട്ടീസ് ഏത് ഭാഗത്ത് വരിക എപ്പോഴും അറിയാം. ഡ്യൂട്ടീസ് ഏത് ഭാഗത്താണ്? 4 അല്ലേ? 4A എന്ന് കൂടി പറയണം. 4A 4 ഭാഗത്ത് അല്ലേ? 4 മൗലിക, ഒരു മിനിറ്റ്, 4A ആണ് കേട്ടോ, ഞാൻ തന്നെ 4A. ഓക്കെ, 4A ആണ്. ഏത് വാതിട്ട് പറയില്ല. മൗലിക കടമകൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ്? 4A ആണ് കേട്ടോ, 4A. ഓക്കെ, 4A 4 വരില്ല, 4A വരത്തുള്ളൂ എപ്പോഴും. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ചില ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടാണ് 4 ഇങ്ങനെ എഴുതി, 4 ഉണ്ടോ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു 4 അങ്ങനെ എഴുതിയാലും കറക്റ്റാണ്. റോമൻ ലെറ്ററിൽ തന്നെ വേണമെന്നില്ല. 4A. താഴെ പറയുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏതാണ്? കൺകറന്റ് ലിസ്റ്റിൽ
ആൻസർ നമുക്കെന്ത് പറയാം? ട്രേഡ് യൂണിയനുകൾ. ട്രേഡ് യൂണിയനുകളാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. ഒരു ചോദ്യം കൂടി. അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഏതാണ്? ആൻസർ ആനയാണ്. ആനയാണ് ചിഹ്നം. ഓക്കെ, അപ്പോൾ ഇനി 2 ചോദ്യം കൂടി. കേരളത്തിൽ 23 വയസ്സുള്ള ഒരാൾക്ക് ജിൻ മദ്യത്തിൻ്റെ ആൽക്കഹോൾ വീര്യവും കൈവശം വെക്കാവുന്ന പരമാവധി അളവ് എത്രയാണ്? 65 ഡിഗ്രി P&3 ലിറ്റർ കേട്ടോ. അതാണ് ഉത്തരം. നെക്സ്റ്റ് ചോദ്യം ഇതാണ് എടുത്തത്. പുകയില ഉൽപ്പന്നങ്ങൾ കൈവശം വയ്ക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും നിശ്ചയിച്ചിരിക്കുന്ന കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? 18 വയസ്സാട്ടോ. 18 വയസ്സാണ് കുറഞ്ഞ പ്രായപരിധി. സിഗരറ്റ് പാക്കറ്റുകൾ മുന്നറിയിപ്പ് നൽകുന്നതിൽ വിശദീകരിക്കുന്ന COTP നിയമത്തിലെ വകുപ്പ്, അല്ലേ? കോട്ട്പ് എന്ന് പറയും. COTP നിയമത്തിലെ വകുപ്പ്, സിഗരറ്റ് പാക്കറ്റിൻ്റെ മുന്നറിയിപ്പ് നൽകുന്ന അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന COTP നിയമത്തിലെ വകുപ്പ് എത്രാമത്തെ വകുപ്പാണിത്? 7 ആണ്. COTP 7 വകുപ്പാണ്. നെക്സ്റ്റ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് 100 യാർഡ് ചുറ്റളവിനുള്ളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിരിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 6B പ്രകാരം. 6B പ്രകാരം. ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. ലഹരി മദ്യങ്ങളുടെ നിരോധനം ഏത് പട്ടികയിലുള്ള വിഷയമാണ്? അല്ലേ? കേന്ദ്രമാണോ സംസ്ഥാനമാണോ രണ്ടും കൂടി ചേർന്നാണോ? ആൻസർ ഓപ്ഷൻ എ, സംസ്ഥാന പട്ടിക. ലഹരി മദ്യ നിരോധനം സംസ്ഥാന പട്ടിക. വിമുക്തി മിഷൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? ഈ ചോദ്യത്തിന് വേണ്ടി ഇങ്ങോട്ട് ഞാൻ പറഞ്ഞത്. വിമുക്തി മിഷൻ്റെ വിമുക്തി മിഷൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ചാരായം പോലുള്ള സംഭവങ്ങൾ ഉപേക്ഷിക്കും വിമുക്തി പ്രശ്നം. വിമുക്തി മിഷൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അവിടെ 4 പേരുണ്ട്. ആൻസർ ഏതാണ്? നടൻ മോഹൻലാലാണ്. വിമുക്തി മിഷൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നടൻ മോഹൻലാൽ ആണ്. ഇന്ത്യയിൽ മയക്കുമരുന്ന് വിരുദ്ധ പ്രചാരണം ഏതാണ്? വിരുദ്ധ പ്രചാരണം നാശാമുക്ത് ഭാരത്. നാശാമുക്ത് ഭാരത്. ഇന്ത്യയിൽ മയക്കുമരുന്ന് വിരുദ്ധ പ്രചാരണം നാശാമുക്ത് ഭാരത്. നെക്സ്റ്റ് ചോദ്യം കൂടി. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൻ്റെ സെക്ഷൻ 65 പ്രകാരം ഒരു കുറ്റകൃത്യത്തിന് ആവശ്യമായ മാനസിക ഘടകം എന്താണ്? ആൻസർ അറിവും ഉദ്ദേശവും. അതായത് അദ്ദേഹം കുറ്റം ചെയ്യുന്നൊരു വ്യക്തി സ്വന്തം അറിവോടും ഉദ്ദേശത്തോടും കൂടി മാത്രമാണ് ചെയ്യുന്നതെങ്കിലാണ് അവർക്ക് 65 പ്രകാരമുള്ളവർക്ക് അതിൻ്റെ ശിക്ഷ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് അവരുടെ മാനസിക ഘടകം ചോദിക്കുന്നത്, അല്ലേ? അവരിൽ മാനസിക രോഗിയാകാൻ പാടില്ല. അറിഞ്ഞുകൊണ്ടും ഒരു ഉദ്ദേശവും അതിനുണ്ടായിരുന്നെങ്കിൽ മാത്രം നമുക്ക് ശിക്ഷിക്കാൻ വിധിക്കുകയുള്ളൂ. അപ്പോൾ മാനസിക രോഗികൾക്ക് ശിക്ഷയില്ലെന്നാണ് എൻ്റെ അർത്ഥം. ആണ് മാനസിക ഘടകം ചോദിച്ചേക്കുന്നത്. അവർക്ക് അറിവുണ്ടായിരിക്കണം, ചെയ്യുന്നതിനെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം, ഉദ്ദേശ്യവും ഉണ്ടായിരിക്കണം. അതാണ് നോളജ് ആൻഡ് ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് 65 പ്രകാരം കേസ് വരികയുള്ളൂ. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൻ്റെ സെക്ഷൻ 72 പ്രകാരം ലക്ഷ്യമിടുന്ന വ്യക്തികളുടെ വിഭാഗം ഏതാണ്? സെക്ഷൻ 72 ആരൊക്കെ വരാം എന്ന് പറയുമ്പോൾ IT ആക്ട് ചട്ടങ്ങൾ പ്രകാരം അധികാരം വിനിയോഗിക്കുന്ന ഉദ്യോഗസ്ഥരാണ് സെക്ഷൻ 72 പ്രകാരം വരിക. IT ആക്ട് അല്ലെങ്കിൽ ചട്ടപ്രകാരം അധികാരം വിനിയോഗിക്കുന്ന ഉദ്യോഗസ്ഥരാണെന്ത് സെക്ഷൻ 72 ഉൾപ്പെടുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗൈൻ.